ഏറ്റവും ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ കുറെ തിയറി പഠിക്കുന്നതുകൊണ്ടോ കുറെ ബുക്ക് വായിക്കുന്നതുകൊണ്ടല്ല ഇത് നടക്കുന്നത്. വെറുതെ ഒരു ഹിപ്നോസിസ് മെഡിറ്റേഷൻ നടത്തിയോണ്ടും ഇത് സാധ്യമാണോന്നില്ല. അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ യൂട്യൂബിൽ കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കും. ഇനി യൂട്യൂബിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രീക്വൻസി മ്യൂസിക് കിട്ടാം, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കംപ്രസ്ഡ് വേർഷൻ ആണ് അവിടെ കിട്ടുക. അപ്പൊ ഈ കേൾക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത്, ആ സൗണ്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 320 kbps MP3, അതല്ലെങ്കിൽ വേവ് ഫോർമാറ്റിലായിരിക്കും. ഇത് രണ്ടുമല്ലാതെ ഇതിൽ എഫക്ട് ഉണ്ടാവില്ല. ആളുകൾ പലരും യൂട്യൂബിൽ കണ്ടിട്ട് ചക്രാധ്യാനം ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം അവസാനം അബദ്ധധാരണകളിലേക്ക് എത്തിക്കുകയും അവരെ ഒരുപാട് അബദ്ധങ്ങളിലേക്ക് നയിക്കുന്നവർ എന്റെ അടുത്ത് വരാറുണ്ട്. ഹീലിങ്ങിനൊക്കെ ചക്രാധ്യാനം, അതുപോലെ തന്നെ വെറുതെ ചെയ്യുന്ന കുറെ മെഡിറ്റേഷനുകൾ, ഇതെല്ലാം ആവശ്യത്തിലേറെ ദോഷം ചെയ്യുന്നതുണ്ട്. കാരണം മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്ട് വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. കഴിഞ്ഞ 24 വർഷമായിട്ട് ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. പലർക്ക് പല രീതിയിലുള്ള മെഡിറ്റേഷൻ കൊടുത്തു നോക്കി. അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോ മെഡിറ്റേഷൻ മസ്റ്റ് ആണ്. മെഡിറ്റേഷനിലൂടെ മാത്രമാണ് നമുക്ക് 6ാമത്തെ ഇന്ദ്രിയത്തെ ഉണർത്താൻ കഴിയുന്നത്. ഇനി 6ാമത്തെ ഇന്ദ്രിയം ഉണരുമ്പോഴാണ്, ആജ്ഞാചക്രം ഉണരുമ്പോഴാണ് തേർഡ് ഐ എന്നൊക്കെ പറയുന്നത്. അപ്പോ തേർഡ് ഐ ആക്ടിവേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സുമായിട്ട് സംവദിക്കാൻ പറ്റും. പക്ഷെ എത്ര പേർക്ക് ഇത് ആക്ടിവേറ്റ് ആവും? വെറുതെ ഒരാൾ ടച്ച് ചെയ്തുകൊണ്ട് ആക്ടിവേറ്റ് ആവില്ല. ആ വ്യക്തി ഇപ്പൊ ദീക്ഷ, ഇപ്പോ കുണ്ടലിനി യോഗ പഠിക്കുന്ന ഒരാളാണ്, അത് കൃത്യമായിട്ട് പഠിക്കണം. അത് നല്ലൊരു മാസ്റ്ററിൽ നിന്ന് പഠിക്കണം. വളരെ വർഷങ്ങൾ ഇത് ചെയ്ത് അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ മനസ്സിലാക്കിയ ഒരാളിൽ നിന്ന് പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.